സാനിയ ഖാൻ എന്ന് പറയുന്ന സ്ത്രീ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടിക്ടോക്കർ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ക്യാമറയുടെ പിന്നിൽ അവരുടെ ലൈഫ് നോക്കുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നിരുന്നത്. എന്നാൽ അവർ കടന്നു പോയിക്കൊണ്ടിരുന്നിരുന്ന ഒരു ജീവിതം എന്ന് വെച്ചാൽ വളരെയധികം ദുസ്സഹനീയമായിരുന്നു. അപ്പോൾ സാനിയ ഖാന്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. സാനിയ ഖാൻ ടെന്നസിയിലായിരുന്നു വളർന്നത്. ഇവരുടെ പാരൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനികളായിരുന്നു. അവർ ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് US മൈഗ്രേറ്റ് ചെയ്ത ആളുകളായിരുന്നു. സാനിയ വളരെ ചെറുപ്പം തുടങ്ങി തന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, ഒരുപാടധികം ട്രാവൽ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തിരഞ്ഞെടുത്തൊരു പ്രൊഫഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റ് അറ്റൻഡ് എന്നുള്ളൊരു നിലയ്ക്കായിരുന്നു. അപ്പോൾ അവർ ഫ്ലൈറ്റ് അറ്റൻഡായി ഒരുപാടധികം സിറ്റീസും കാര്യങ്ങളും കണ്ടു, പല കൾച്ചറുകൾ അറിഞ്ഞു, ഒരുപാട് ട്രാവൽ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിലാണ് തൻ്റെ ട്രൂ പാഷൻ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി ആണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നത്. അതിനുശേഷമുള്ള അവരുടെ ഒരു ലൈഫിൻ്റെ ജേണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഏകദേശം ഒരു 10 വർഷത്തോളം അവർ ആ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ തന്നെയായിരുന്നു ഫോളോ ചെയ്ത് പോകുന്നത്. അതായത് ഒരു 10 പതിറ്റാണ്ടോളം തൻ്റെ വിഷ്വൽസിലൂടെ സ്റ്റോറി പറയാനായിരുന്നു സാനിയ ശ്രമിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അവരുടെ വിവാഹപ്രായവും കാര്യങ്ങളൊക്കെ ആയി. കാര്യം അവർ US ആണെന്നുണ്ടെങ്കിലും ഒരു പാകിസ്ഥാനി ഫാമിലിയൊക്കെയാണ്. ആ ഒരു ടൈമിൽ അവർ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ഇങ്ങോട്ട് വീട്ടിൽ ചർച്ചകളും മറ്റുമൊക്കെ വരികയാണ്. അപ്പോൾ സാനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. റാഹിൽ അഹമ്മദ് എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. അപ്പോൾ 5 വർഷത്തോളമായിട്ട് ഇവർ പ്രണയിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വിവരം സാനിയ വീട്ടിൽ പറഞ്ഞു. ആ പയ്യനാണെന്നുണ്ടെങ്കിൽ ഡോക്ടറാകാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫാമിലി നോക്കുമ്പോൾ നല്ല ഒരു പാർട്ട്ണറായിട്ടാണ് അവർക്ക് തോന്നിയത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. വിവാഹത്തിൻ്റെ ഒക്കെ ഡേറ്റ് ഫിക്സ് ചെയ്തു. പിന്നീട് ഒരുപാടധികം ഒരുക്കങ്ങളൊക്കെ നടന്നു. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പാകിസ്ഥാനി ട്രഡീഷണൽ വെഡ്ഡിങ് ആയിരുന്നു അവരുടേത്. അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള വലിയൊരു വെഡ്ഡിങ് തന്നെയായിരുന്നു അവരുടേത്. അവിടെ നിന്നായിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. അപ്പോൾ വിവാഹത്തിന് ശേഷം സാനിയയും അതുപോലെ തന്നെ റാഹിലും കൂടെ അവർ ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് ചിക്കാഗോയിലോട്ട് മാറുകയാണ് ഒരു പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ വിവാഹത്തിന് ശേഷമാണ് സാനിയ ഖാൻ റാഹിലിൻ്റെ ഒരു സത്യം തിരിച്ചറിയുന്നത്. അതായത് ആൾ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ തുടങ്ങിയിട്ട് തൻ്റെ ഏജ് വേറെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വിശ്വാസ വഞ്ചന കാണിച്ചതുകൊണ്ട് പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം തന്നെ ഒരു വിള്ളൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു വിള്ളൽ വലുതാകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം തുടങ്ങി സാനിയയുടെ പ്രതീക്ഷകളെല്ലാം തന്നെ തെറ്റുകയായിരുന്നു. അതായത് വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും റാഹിലിൻ്റെ സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറുകയായിരുന്നു. അതായത് എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു അയാളുടേത്. ഈ സാനിയാണെന്നുണ്ടെങ്കിൽ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു കെയർ ആയിരിക്കും, തന്നെക്കുറിച്ചുള്ള കൺസേൺ ആയിരിക്കും എന്നുള്ളതൊക്കെ ആയിരുന്നു. എന്നാൽ അതൊരു ഓവർ പൊസസീവ്നെസ് ആയിരുന്നു. അതായത് അവരെങ്ങോട്ടാണ് പോകുന്നത്, ആരുടെ കൂടെയൊക്കെയാണ് പോകുന്നത്, അതേപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അതേപോലെ തന്നെ അവരുടെ ക്ലയൻസ് ആരൊക്കെയാണ്, അതേപോലെ തന്നെ അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ എങ്ങോട്ടാണ്, ഏതാണ്, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരുപാടധികം ചോദ്യങ്ങൾ ഇയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇടയ്ക്കൊക്കെ വിളിച്ച് എങ്ങോട്ടാണ്, എവിടെയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പോലെ അല്ലല്ലോ. 5 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ. ഏകദേശം അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അതായത് ഒരു ഓവറായിട്ടുള്ള ഈ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അതൊരു സഫോക്കേഷൻ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തത്. സാനിയ വിചാരിച്ചത് പുതിയൊരു ലൈഫിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളായിരിക്കാം, താൻ ഇതിനെ യൂസ് ടു അല്ലാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തൻ്റെ ലൈഫിൽ സംഭവിക്കുമ്പോൾ തനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തെന്നുള്ളൊരു തരത്തിലായിരുന്നു അവർ ചിന്തിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു റാഹിലിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾക്ക് പ്രത്യേകിച്ച് ജോലി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സാനിയായിരുന്നു ഏൺ ചെയ്തിരുന്നതും മറ്റുമൊക്കെ. അതുകൊണ്ട് ആൾക്കൊരു ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ കൊണ്ടാണ് ആളിങ്ങനെ പെരുമാറുന്നത് എന്നുള്ളൊരു ചിന്തയായിരുന്നു സാനിയക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സമാധാനത്തിന് വേണ്ടിയിട്ട് തൻ്റെ ലൈഫിലും അവർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താനായിട്ട് തുടങ്ങി. അതായത് അവർ നന്നായിട്ട് സോഷ്യലായിരുന്ന ഒരാളായിരുന്നു. ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്യാണ്. ഫ്രണ്ട്സിനായിട്ട് സ്ഥിരമായിട്ട് കറങ്ങാൻ പോയിരുന്നതും അതേപോലെ തന്നെ ഫ്രണ്ട്സിനായിട്ട് സ്ഥിരമായിട്ട് മിങ്കിൾ ചെയ്തിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവർ ഫ്രണ്ട്സിനായിട്ടുള്ള ഒരു കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ വളരെയധികം കുറയ്ക്കുകയാണ്. പിന്നെ റാഹിൽ ചൂസ് ചെയ്യുന്നത് പോലുള്ള ഡ്രസ്സുകൾ കാര്യങ്ങൾ അതേപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് കൂടുതലും അയാളെ പ്ലീസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിലോട്ട് ഇവരിങ്ങനെ വഴുതി മാറുകയായിരുന്നു. എന്നാൽ റാഹിൽ പറയുന്നത് പോലെ തന്നെ ജീവിച്ചിട്ടും ഇവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ മാറുന്നുണ്ടായിരുന്നില്ല.
അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 7, 2021. അന്നേ ദിവസം ഇവരുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 911 ഒരു കോള് പോവുകയായിരുന്നു. അതിൻ്റെ അകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാനിയയുടെ അമ്മ ഷാസിയ ഖാൻ അവരെ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റാഹിലിൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ടൈമിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ സംസാരങ്ങളും മറ്റുമൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ ഈ റാഹിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാനിയയും എടുത്തുകൊണ്ട് അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ചാടാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഇവരെല്ലാവരും കൂടെ ഇയാളെ എടുത്ത് അകത്തോട്ട് ഇടാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ ആണ് ഇവർ പോലീസിനെ വിളിക്കുന്നത്. പോലീസുകാർ ആ ഒരു സ്ഥലത്തെത്തി നോക്കുമ്പോൾ ഈ റാഹിലിൻ്റെ അമ്മക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അയാളെ പിടിച്ച് അകത്തോട്ടിടുന്ന ആ ഒരു ടൈമിൽ അവർക്ക് എന്തൊക്കെയോ എന്താ പറയുക പരിക്കുകളൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആ ഒരു ടൈമിൽ റാഹിലിൻ്റെ കാര്യം നോക്കാന്നുണ്ടെങ്കിൽ ആൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു. ആൾക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ട്രീറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ടൊന്നും കാര്യങ്ങൾ എത്തിയില്ല. ഇതവരുടെ റിലേഷൻഷിപ്പിനെ നല്ലപോലെ ബാധിച്ചു. സാനിയ കൂടുതലായിട്ട് ഉൾവലിഞ്ഞു തുടങ്ങി. സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ ഒരു നല്ല സാന്നിധ്യമായിരുന്ന അവർ അതിൻ്റെ ഉള്ളിലുള്ള പോസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ കുറയ്ക്കുകയാണ്. ഒരു പോയിന്റിൽ അവർക്ക് അവരുടെ ജീവനിൽ തന്നെ പേടി തോന്നുന്ന ഒരു സിറ്റുവേഷനിലോട്ട് അവരുടെ റിലേഷൻഷിപ്പ് എത്തുകയാണ്. ഇയാൾ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി ഈ ഒരു എന്താ പറയുക സാനിയക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലോട്ട് അവരെത്തി. എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു ആ ഒരു ടൈമിൽ അവർ കടന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്. ആ സമയങ്ങളിൽ അവർ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അത് വേണ്ടാന്ന് വെക്കുമായിരുന്നു. കാരണം ഈ സാനിയയുടെ പാരൻസ് ഡിവോഴ്സ്ഡ് ആയതാണ്. ആ ഒരു ടൈമിൽ ഒരുപാടധികം സ്ട്രെസ് അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാടധികം ഇഷ്യൂസ് ഫാമിലിയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താനും ആ ഒരു ചരിത്രം ആവർത്തിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ടോക്സിക് ആയിരുന്നു. അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തോട്ട് കാര്യങ്ങൾ പോവുകയായിരുന്നു. ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ഇവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രണ്ട്സ് ആയിരുന്നു ഈ സാനിയക്ക് ധൈര്യം പകർന്നത്. അങ്ങനെയാണ് ഫൈനലി ഡിവോഴ്സ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് സാനിയ എത്തുന്നതും അതുപോലെ തന്നെ ഡിവോഴ്സിനായിട്ട് അപ്ലൈ ചെയ്യുന്നതും. റാഹിൽ പേപ്പറും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു എന്നുണ്ടെങ്കിലും ആൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷവും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, അതുപോലെ തന്നെ ആളുടെ കയ്യിലൊരു കീ ഉണ്ടായിരുന്നു. അത് വെച്ച് രാത്രി ചോദിക്കാതെയും പറയാതെയൊക്കെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്ന് ഈ ഒരു സ്ത്രീയെ ശല്യപ്പെടുത്തുക, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വീണ്ടും കോടതിയെ സമീപിക്കുകയാണ്. ഒരു റിസ്ട്രെയിനിങ് ഓർഡർ വാങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ വീടിൻ്റെ ലോക്കും ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ അടുത്തോട്ട് വരാനായിട്ട് അയാൾക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിലാണ് അവർ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. മെയിനായിട്ട് ടിക്ടോക്കിലായിരുന്നു. അപ്പോൾ അബ്യൂസീവ് ആയിട്ടുള്ളൊരു മാരേജിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമുള്ളൊരു ജീവിതമാണ് അവർ ടിക്ടോക്കിലൂടെ പോർട്രേ ചെയ്യുന്നുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരുപാടധികം ആളുകൾ അവരുടെ വീഡിയോ ഇഷ്ടപ്പെടാനും തുടങ്ങുകയായിരുന്നു. അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ടോക്സിക് മാരേജിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസിനെ കുറിച്ചൊക്കെ അവർ കൂടുതൽ സംസാരിച്ചപ്പോൾ റിലേറ്റബിൾ ആയിട്ട് ഒരുപാടധികം സ്ത്രീകൾക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലുള്ള സ്ത്രീകളുടെ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായി വരികയും ചെയ്യുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ക്രിറ്റിസിസംസും മറ്റും വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാനിയയും അതുപോലെ തന്നെ റാഹിലും രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു എന്നുണ്ടെങ്കിലും ഈ സാനിയയുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് കൊണ്ട് തന്നെ ഇയാൾ കൂടുതൽ അസ്വസ്ഥനാവുകയാണ്. ആൾ സ്ഥിരമായിട്ട് ആ ഒരു സാനിയെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയായിരുന്നു. ഇതിനിടയിൽ സാനിയ തൻ്റെ പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ടെന്നസിയിലെ ഷാറ്റ്നോഗയിലോട്ട് മാറാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ തൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് മാറാമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു തീരുമാനം. അങ്ങനെ എല്ലാം സെറ്റായെന്ന് സാനിയ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരുന്നു അടുത്ത പ്രശ്നം. അതായത് ഈ ഒരു ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഏകദേശം 5 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും റാഹിൽ ആ ഒരു ഡിവോഴ്സ് ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയും തനിക്ക് സാനിയെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നും വീണ്ടും ഒരുമിച്ചൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെയുള്ളതായിരുന്നു അയാളുടെ ഒരു ചിന്ത. അങ്ങനെയാണ് ആൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 700 മൈൽസ്, അതായത് 1120 കിലോമീറ്ററിലേറെ ദൂരം ഡ്രൈവ് ചെയ്തിട്ട് ആള് സാനിയ താമസിക്കുന്ന സ്ഥലത്തോട്ട് എത്തുന്നത്. അവിടെ എത്തിയിട്ട് ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ കണ്ടു. തനിക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പല അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവർ പോയി ഇങ്ങനെ നോക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇതേപോലെ തന്നെ റാഹിൽ ആ ഏജൻറ്റിൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ മറ്റൊക്കെ കാണാനുണ്ട്, കണ്ടു കഴിഞ്ഞിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അയാൾ പോവുകയായിരുന്നു.
ഈ ഒരു ടൈമിൽ റാഹിലിൻ്റെ ഫാമിലിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാഹിലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആളെവിടെ പോയെന്ന് അറിയേയില്ല, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അങ്ങനെ അവർ അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യായിരുന്നു. എന്നിട്ട് ആളുടെ ലൈഫിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു, അവർക്കുണ്ടായിരുന്ന സംശയവും പറഞ്ഞു. അതായത് റാഹിൽ മേ ബി സാനിയനെ കാണാനായിട്ട് പോയിരിക്കുന്നതായിരിക്കാം. അപ്പോൾ അവിടെ പോയി ആ പയ്യൻ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ പോലീസുകാർ ഈ ഒരു സാനിയയുടെ എന്താ പറയുക ആ ഒരു ഏരിയയിലുള്ള പോലീസ് ടീമിനെ കോൺടാക്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഒരു വെൽഫെയർ ചെക്ക് നടത്താനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു പോലീസ് ടീം നേരെ ഈ ഒരു സാനിയയുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ചെക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം അവരുടെ അപ്പാർട്ട്മെൻറ്റ് ഡോറിൻ്റെ അവിടെ എത്തി നോക്ക് ചെയ്തു. ആ ഒരു ടൈമിൽ ഡോറ് തുറക്കുന്നുണ്ടായിരുന്നില്ല, അവർ വീണ്ടും വീണ്ടും നോക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിലാണ് പെട്ടെന്നുകൊണ്ട് തന്നെ ഒരു ഗൺ ഷോട്ട് അവർ കേൾക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു സ്ത്രീ അലറുന്നൊരു സൗണ്ട് കൂടെ അവർ കേൾക്കുകയാണ്. അതിനുശേഷം അവർ ആ ഒരു വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തോട്ട് കയറുകയായിരുന്നു. അപ്പോൾ തറയിൽ കിടക്കുന്ന സാനിയയാണ് അവർ കണ്ടത്. അവർക്ക് ബാക്കിൽ നിന്ന് വെടി കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ അപ്പാർട്ട്മെൻറ്റ് സെർച്ച് ചെയ്തപ്പോൾ ബെഡ്റൂമിൽ രക്തത്തിൽ കുളിച്ച് കയ്യിലൊരു ഗണ്ണോട് കൂടി കിടക്കുന്ന റാഹിലിനെയാണ് പോലീസുകാർ കണ്ടെത്തിയത്. ഉടനെ തന്നെ പോലീസുകാർ ആംബുലൻസ് വിളിക്കുകയായിരുന്നു. ഈ റാഹിലിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ അയാൾ മരണപ്പെടുകയായിരുന്നു. കൂടുതൽ അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ സാനിയയുടെ അപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള ആക്സസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് ഓൾറെഡി ഒരു റിസ്ട്രെയിനിങ് ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ആൾക്ക് കയറാനായിട്ട് സാധിക്കില്ലായിരുന്നു. കാരണം സാനി ഓൾറെഡി ആളുടെ എന്താ പറയുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതൊന്ന് എന്താ പറയുക അവരെ കബളിപ്പിച്ച് അകത്തോട്ട് കയറുന്നതിന് വേണ്ടിയിട്ടാണ് ആൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ മറ്റുമൊക്കെ കണ്ട് ഇതേപോലെ തന്നെ നൈസായിട്ട് അതിൻ്റെ അകത്തോട്ട് കയറിയത്. എന്നാൽ ഇത്തരത്തിലൊരാൾ വരുന്ന ടൈമിൽ ആ ഒരു സെക്യൂരിറ്റി മേ ബി ഇയാളുടെ ID ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഒന്നും തന്നെ സംഭവിക്കാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. സാനിയയുടെ ഒരു സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.